ഓവർ തിങ്കിങ് നിങ്ങളെ ബാധിക്കുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇതിൽ പറയുന്ന 3 സ്റ്റെപ്സ് ചെയ്തു കഴിഞ്ഞാൽ വലിയ മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസും ഇട്ടിട്ട് പോവുക. എപ്പോഴും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇൻഫർമേഷനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ആക്ഷനാണ്. കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു, മനസ്സിലാക്കുന്നു എന്നുള്ളതല്ല, സീരിയസ് ആയിട്ട് മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആക്ഷൻ എടുക്കണം. നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നത്തിന് സൊല്യൂഷൻ ആഗ്രഹിക്കുന്നുണ്ട്, ആക്ഷൻ എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ താഴെ യെസ് എന്ന് പറഞ്ഞൊരു കമൻറ്റ് ഇട്ടിട്ട് വീഡിയോയിലേക്ക് നേരെ പോവാം. ചില ആളുകളെ സംബന്ധിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ചിന്തിച്ചു കൂട്ടും. അത് പ്രത്യേകിച്ച് ഗുണമുള്ള കാര്യമല്ല എന്നുള്ളതാണ് ഒരു രസകരമായിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഭൂരിഭാഗം ആളുകളും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അവരെയൊക്കെ സംബന്ധിച്ച് ആരെങ്കിലൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഒരു ദിവസം മുഴുവൻ കളയുന്ന ആളുകളുണ്ട്, ഉറങ്ങാൻ പറ്റാതെ പോകുന്ന ആളുകളുണ്ട്, ദിവസങ്ങളോളം അത് മനസ്സിൽ ആവർത്തിച്ച് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഓവർ തിങ്കിങ് അത്രയ്ക്ക് ഗുണമുള്ള കാര്യമല്ല. നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എത്ര വേണമെങ്കിലും ആവർത്തിച്ച് ചിന്തിക്കാം. അതൊക്കെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലൊക്കെ ഗ്രോത്ത് കൊണ്ടുവരും. പക്ഷെ നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമില്ല. മൈൻഡിൻ്റെ ഒരു ഹാപ്പിനെസ് കളയുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർഫോമൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. 3 സ്റ്റെപ്പിലൂടെ അതിലൂടെ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതിന് ആക്ഷൻ എടുക്കാൻ തയ്യാറാണോ? നമ്പർ 1, ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു അവയർനെസ് ലെവലിലേക്ക് വരിക. ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തൊന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങൾ എത്ര തവണ ഞാൻ ചിന്തിക്കുന്നുണ്ട്? എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ആവർത്തിച്ച് ചിന്തിക്കുന്നുണ്ട്? ഇത് നെഗറ്റീവാണോ പോസിറ്റീവാണോ? അങ്ങനെ നിങ്ങളുടെ ചിന്തകളെ നിങ്ങളൊന്ന് വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. ഇതിലേക്കൊരു ശ്രദ്ധ വരുന്ന സമയത്ത് തന്നെ നാച്ചുറലി അവിടെ ഒരു കുറവ് വരും. അതായത് എനിക്കൊരു പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു എനർജി ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ അവിടേക്കൊരു ശ്രദ്ധ വരാൻ തുടങ്ങും. അതുകൊണ്ട് ആദ്യം ഇത് ഒന്ന് അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്യുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഒരു അവയർനെസ് ലെവലിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ള ലെവലിൽ നമുക്കൊരു അവബോധം എന്നൊക്കെ പറയില്ലേ, ആ ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതിന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് വളരെ വിശദമായിട്ട് നോക്കുക, ഈ ചിന്തകൾ എവിടെ നിന്നാണ് വരുന്നത്? ഇത് യൂസ്ഫുള്ളാണോ? ഞാൻ എന്നോട് പറയുന്ന പോലെയാണോ തോന്നുന്നത്, അല്ലെങ്കിൽ എൻ്റെ മൈൻഡാണോ പറയുന്നത്? ഇങ്ങനെ അതിനെ വിശകലനം ചെയ്യുക. ഇതിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു അവയർനെസ്സാണ് നിങ്ങൾ ചെയ്യേണ്ടത്. രണ്ടാമത് അതിനെ വളരെ വിശദമായിട്ട് ഇങ്ങനെ നോക്കുക, ഓരോന്നും ഇങ്ങനെ എന്തൊക്കെ ചിന്തകൾ കടന്നുപോയി എന്നുള്ള സംഭവത്തിലേക്ക് വരിക. മൂന്നാമത്തെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ഞാൻ ചിന്തിച്ചതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഉദാഹരണത്തിന് പല നെഗറ്റീവ് ചിന്തകളും നമ്മുടെ മനസ്സ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ഒന്ന് നോക്കേണ്ട കാര്യം ഇതാണ്, ഇത് മനസ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണോ? എൻ്റെ ഈ ചിന്തയും യാഥാർത്ഥ്യം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിന് പ്രൂഫായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ നമ്മളതിനെ ഒന്ന് ചോദ്യം ചെയ്തു നോക്കുക. അപ്പോൾ നമുക്കൊരു യാഥാർത്ഥ്യം മനസ്സിലാവും. കുറേയൊക്കെ മനസ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്, നമ്മൾ ഊഹിക്കുന്നതാണ്. എന്നാൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. 3 സ്റ്റെപ്സ് എടുക്കുന്ന സമയത്ത് ഇതിൽ ഓവർ തിങ്കിങ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഒന്ന് അവയർനെസ്സാണ്, രണ്ടാമത് അതിനെ അനലൈസ് ചെയ്യാണ്, മൂന്നാമത് നമ്മളതിനെ ചോദ്യം ചെയ്യുക. എന്നിട്ട് നോക്കുക, മനസ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണോ, വെറുതെ ഊഹിക്കുന്നതാണോ, അസ്യൂം ചെയ്യുന്നതാണോ എന്ന് നമ്മൾ നോക്കുക. ഇങ്ങനെ 3 സ്റ്റെപ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും പല കാര്യങ്ങളും ആവശ്യമില്ലാത്ത കാര്യമാണ്. ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പതുക്കെ മനസ്സിലും അതിൻ്റെ ചേഞ്ച് വരും. ഒന്ന് ചെയ്തു നോക്കുക. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് വേണം എന്ന് ആഗ്രഹമുള്ള ആളുകൾ ഈ ഒരു ചാനലൊന്ന് ഫോളോ ചെയ്യുക. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻസ് എന്തും ആയിക്കോട്ടെ താഴെ കമൻ്റായിട്ട് ഇടാം. അടുത്ത ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കാണാം. ഓൾ ദി ബെസ്റ്റ്.